ഭാരതത്തിലെ ക്രൈസ്തവർക്ക് ഓഗസ്റ്റ് 15 വളരെ പ്രധാനപ്പെട്ട ദിനമാണ്. സ്വാതന്ത്ര്യദിനം മാത്രമല്ല, മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും അന്നേ ദിവസം ക്രൈസ്തവര് കൊണ്ടാടുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് 1950 നവംബർ 1-ാം തീയതിയാണ്. 12-ാം പിയൂസ് മാർപ്പാപ്പയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. പരിശുദ്ധ കന്യകാമറിയം ഈ ലോക ജീവിതത്തിൻ്റെ അവസാനത്തിൽ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതാണ് സ്വർഗാരോപണ രഹസ്യം. അത് മറ്റ് ആർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ്. മറിയത്തിന് ഈ സൗഭാഗ്യം കൈവന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തേത്, പരിശുദ്ധ കന്യകാമറിയം ജന്മപാപമില്ലാതെ ജനിച്ചവളായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, കർമ്മപാപമില്ലാതെയാണ് മറിയം ജീവിച്ചതും മരിച്ചതും. അതായത് പരമപരിശുദ്ധനായ ദൈവം തന്നെയായ കർത്താവ് ഈശോ മിശിഹായിക്ക് ജന്മം നൽകേണ്ടിയിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം പ്രത്യേക വിധമായി ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും സംരക്ഷിച്ചു എന്നാണ് അർത്ഥം. രക്ഷാകര പദ്ധതിയിലെ വളരെ നിർണായകമായ ഒരു കണ്ണിയായിരുന്നു പരിശുദ്ധ അമ്മ. യേശുവിൻ്റെ മാതാവ് മാത്രമായിരുന്നില്ല, സഭയുടെ അമ്മ കൂടിയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ടാണ് എളിമയും ആഴമായ വിശ്വാസവും സമർപ്പണവും ലാളിത്യവും ഹൃദയ നൈർമല്യവും ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മയെ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് ദൈവം സംവഹിച്ചത്. സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസികൾ അമ്മയുടെ മാധ്യസ്ഥം തേടുക മാത്രമല്ല, അമ്മയെപ്പോലെ ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി അപേക്ഷിക്കുക കൂടിയാണ്.